അങ്ങെപ്പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നേ. അങ്ങെപ്പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നു. ഒന്നു കാണാൻ ആശയൊന്നേ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ. ജീവൻ തന്നു വീണ്ടെടുത്ത സ്നേഹമേ നിൻ മാർവതിലണയാൻ നീ വരുന്ന നാൾ എണ്ണി എണ്ണി ഞാൻ കാത്തിരിക്കുന്നെൻ പ്രിയനേ. നീ വരുന്ന നാൾ എണ്ണി എണ്ണി ഞാൻ കാത്തിരിക്കുന്നെൻ പ്രിയനേ. യേശുവേ നാഥനേ അരികിൽ അണയാൻ ആശയേ. അങ്ങെപ്പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നേ. കണ്ണുനീരിൻ നേരമെൻ്റെ മിഴിനീർ കണങ്ങളെ നീക്കിയ കൂരിരുളിൻ താഴ്വരയിൽ നിറദീപമായി വഴി കാട്ടിയ ആ പൊന്മുഖം ഒന്നു കാണുവാൻ ആ സന്നിധി ഒന്നു നിൽക്കുവാൻ ആ പൊന്മുഖം ഒന്നു കാണുവാൻ ആ സന്നിധി ഒന്നു നിൽക്കുവാൻ പ്രാണനേ സ്നേഹമേ അരികിൽ അണയാൻ ആശയേ. അങ്ങെപ്പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നേ. അങ്ങെപ്പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നു.
പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാസ്റ്റർ ടി.ബി. ജോർജ് എഴുതിയ അങ്ങേ പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ എന്ന ഈ ഗാനം ശരിക്കും പലതവണ ഞാൻ ഒരുപാട് തവണ എൻ്റെ കാറിനകത്തും ഫോണിനകത്തും ഒക്കെ നിരന്തരം ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ വരികൾ നിങ്ങളൊന്ന് ആഴമായിട്ട് മനസ്സിലാക്കിയാൽ വളരെ അർത്ഥസമ്പുഷ്ടമാണ്, ആഴമുള്ളതാണ്. അങ്ങേ പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവെ ഞാൻ കൊതിച്ചിടുന്നേ, ഒന്ന് കാണാൻ ആശയോടെ ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നേ. ഇതൊക്കെ ഒരു ഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ, ഒരു വിശ്വാസിയുടെ, ക്രിസ്തു സ്നേഹിയുടെ ആഴമേറിയ തീവ്രമായ ആഗ്രഹവും അഭിനിവേശവുമാണ്. വിശുദ്ധ ബൈബിളിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 24-25 വാക്യം പറയുന്നു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെയാകുന്നത് ദാസനും മതി. യേശുവെ അങ്ങേ പോലെയാകാൻ അതൊരു പ്രാർത്ഥനയായിരിക്കണം. കർത്താവ്, എനിക്ക് മറ്റൊന്നും ആകണ്ട, എൻ്റെ റോൾ മോഡൽ യേശുവാണ്. ഞാൻ കണ്ടു പഠിക്കേണ്ടത് യേശുവിനെയാണ്. ഞാൻ അനുഗമിക്കേണ്ടതും ഞാൻ ആരാധിക്കേണ്ടതും ഞാൻ ആശ്രയിക്കേണ്ടതും യേശു കർത്താവിനെ തന്നെയാണ്. എബ്രായർ 3:1 പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ എബ്രായർ 3:1 പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. എബ്രായർ 12:1 പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ യേശുവിനെ നോക്കി, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി, ആ ജീവിതം അനുസരിച്ച്, ആ ജീവിതം അനുകരിച്ച്, ആ ചുവടുകളെ അനുഗമിച്ച് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമാകും. എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ സ്വഭാവം എനിക്ക് തരണം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ, ക്രിസ്തുവിന്റെ മനസ്സ് തന്നെ, ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കർത്താവിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കണ്ടൊരു ഒരു സ്വഭാവമാണ് സ്നേഹിക്കുക എന്നുള്ളത്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക എന്നുള്ളത്. വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, മതവും മനുഷ്യനും കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചവൾ, യേശു കർത്താവിന്റെ അരികിൽ അവളെ കല്ലുവെടുത്ത് കൈ പിടിച്ച് ഓടിച്ചു കൊണ്ടുവന്ന പള്ളിയുടെ നടുക്ക് കൊണ്ടിരുത്തുമ്പോൾ എല്ലാരും കരുതിയത് യേശുവും പറയുമായിരിക്കും അവളെ കല്ലെറിഞ്ഞ് കൊന്നോളാൻ. പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. അവിടെയും ആ സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയ, വീണ്ടും പഴയ പടകും വലയും എടുത്ത് മീൻപിടുത്തത്തിന് പോയ പത്രോസിനെയും മാറോടണച്ച് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് കനലിൽ ചുട്ട അപ്പവും മീനും കൊടുത്ത് സ്നേഹിച്ച ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങേ പോലെ ആകാൻ, അങ്ങിൽ ചേർന്നിടാൻ യേശുവെ ഞാൻ കൊതിച്ചിടുന്നേ എന്ന് പാടിയാൽ മാത്രം പോരാ, പ്രസംഗിച്ചാൽ മാത്രം പോരാ. ആ സ്വഭാവത്തെ ജീവിതത്തിലൂടെ പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കണം. യേശു കർത്താവെ, അങ്ങേ പോലെ ആകാൻ എനിക്ക് കൃപ തരണേ. അങ്ങേ പോലെ സ്നേഹിക്കാൻ, യേശുവിനെ പോലെ കരുതാൻ, യേശുവിനെ പോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, യേശുവിനെ പോലെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ എനിക്ക് കൃപ തരണേ. ചുങ്കക്കാരെ കൈക്കൊണ്ട് പാപികളെ സ്നേഹിച്ച കർത്താവിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മറ്റൊരു വരി ആ ഗാനത്തിലുണ്ട്, ഒന്ന് കാണാൻ ആശയോടെ തിരുമാർവിൽ തിരുസന്നിധിയിൽ ഞാൻ വന്നിടുന്നേ കർത്താവേ. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്, യേശുവിനെ കാണുക. ഞാൻ വിശ്വസിച്ചവനെ എനിക്കൊന്ന് കാണണം, ഞാൻ ആരാധിച്ചവനെ എനിക്കൊന്ന് കാണണം, ഞാൻ മഹത്വപ്പെടുത്തിയവനെ എനിക്കൊന്ന് കാണണം, ഞാൻ പ്രസംഗിച്ചവനെ എനിക്കൊന്ന് കാണണം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് യേശു കർത്താവ് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഈ കർത്താവിനെ ഒരിക്കൽ നമ്മൾ കാണും. പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ഈ വിശുദ്ധ ബൈബിളിലൂടെ, ഈ കണ്ണാടിയാകുന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്ന തിരുവെഴുത്തുകളിലൂടെ നാം വായിച്ച വായനയിലൂടെ, പ്രസംഗത്തിലൂടെ, ഭാവനയിലൂടെ, വിശ്വാസത്തിലൂടെ ഒക്കെ കണ്ട ക്രിസ്തുവിനെ ഒരു ദിവസം
നാം നേരിട്ട് കാണും. എന്നാൽ അവനെ കാണുന്നത് വരെ, ഒന്നുകിൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവ് വരെ പ്രാർത്ഥന ഇതായിരിക്കണം: അങ്ങേ പോലാകാൻ, അങ്ങിൽ ചേർന്ന് ജീവിപ്പാൻ യേശുവേ എനിക്ക് കൃപ തരണമേ. അങ്ങേ പോലാകാൻ, അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നേ. അങ്ങേ പോലാകാൻ, അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നു.